ജപമാല. രാവിലെ 5:30 രാത്രി 9:30 വചനം തിരുവചനം. രാത്രി 10 മണിക്ക് ദിവ്യകാരുണ്യ ആരാധന. ശനി രാത്രി 10 മണിക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ്. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. ജസ്രയേൽക്കാരനായ നാബോത്തിന് ജസ്രയേലിൽ സമരിയ രാജാവായ ആഹാബിൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു, എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ എൻ്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം. അത് കൊട്ടാരത്തിൻ്റെ സമീപമാണല്ലോ. അതിനേക്കാൾ മെച്ചമായ ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. പണമാണ് വേണ്ടതെങ്കിൽ വില തരാം. എന്നാൽ നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടവരുത്താതിരിക്കട്ടെ. എൻ്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന് ജസ്രയേൽക്കാരനായ നാബോത്ത് പറഞ്ഞതിനാൽ രോഷാകുലനായി ആഹാബ് സ്വഭവനത്തിലേക്ക് മടങ്ങി. അവൻ മുഖം തിരിച്ച് കട്ടിലിൽ കിടന്നു. ഭക്ഷണം കഴിച്ചതുമില്ല. അവൻ്റെ ഭാര്യ ജെസബേൽ അടുത്തു വന്ന് ചോദിച്ചു, അങ്ങ് എന്താണ് ഇത്ര ക്ഷോഭിച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അവൻ പറഞ്ഞു, ജസ്രയേൽക്കാരനായ നാബോത്തിനോട് അവൻ്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരിക, അല്ലെങ്കിൽ വേറൊന്നിന് പകരമായി തരിക എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ തരികയില്ല എന്നവൻ പറഞ്ഞു. ജെസബേൽ പറഞ്ഞു, അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത്? എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക. ഇസ്രായേൽക്കാരനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് തരും. അവൾ ആഹാബിൻ്റെ പേരും മുദ്രയും വച്ച് നഗരത്തിൽ നാബോത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവിൻ. അവനെതിരായി 2 നീചന്മാരെ കൊണ്ടുവരുവിൻ. നാബോത്ത് ദൈവത്തിനും രാജാവിനുമെതിരായി ദൂഷണം പറഞ്ഞു എന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ. അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവിൻ. പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും ജെസബേൽ എഴുതിയതുപോലെ പ്രവർത്തിച്ചു. അവർ ഉപവാസം പ്രഖ്യാപിച്ചു, ജനത്തെ വിളിച്ചുകൂട്ടി നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി. നീചന്മാർ ഇരുവരും അവനെതിരെ നിരന്നു. അവൻ ദൈവദൂഷണം രാജദൂഷണവും പറഞ്ഞു എന്ന് അവർ ജനത്തിൻ്റെ മുൻപിൽ നാബോത്തിനെതിരായി കുറ്റം ആരോപിച്ചു. അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന വിവരം ജെസബേലിനെ അറിയിച്ചു. അത് കേട്ടയുടനെ ജെസബേൽ ആഹാബിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, ഇസ്രായേൽക്കാരനായ നാബോത്ത് വിലയ്ക്ക് തരാൻ സമ്മതിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക. നാബോത്ത് ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചു. നാബോത്ത് മരിച്ച വിവരം അറിഞ്ഞ മാത്രയിൽ ആഹാബ് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ ഇറങ്ങി. ഏറ്റവും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ, ആഹാബ് രാജാവ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുന്ന, ചതിയിൽ കൈവശമാക്കുന്ന കഥയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ചിന്തിക്കണം, രാജാവായിരുന്നു. രാജാവ് നോക്കിയപ്പോൾ തൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് മനോഹരമായൊരു മുന്തിരിത്തോട്ടം. രാജാവ് തെറ്റൊന്നും ചെയ്തില്ല. രാജാവ് ഈ പാവപ്പെട്ട ദരിദ്രനായ മനുഷ്യനോട് ചെന്ന് പറഞ്ഞു, നിന്റെ മുന്തിരിത്തോട്ടം എൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപത്തായതുകൊണ്ട് എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരിക. വെറുതെ വേണ്ട, വില തരാം, വിലയ്ക്ക് തന്നാൽ മതി. പക്ഷേ നാബോത്ത് പറഞ്ഞ വാക്യം ശ്രദ്ധേയമാണ്. എൻ്റെ പിതൃസ്വത്ത് വിൽക്കാൻ കർത്താവ് ഇടവരുത്താതിരിക്കട്ടെ. നാബോത്തിൻ്റെ ഉത്തരം ശ്രദ്ധേയമാണ്. എൻ്റെ പിതൃസ്വത്ത് വിൽക്കാൻ
കർത്താവ് ഇടവരുത്താതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഓർക്കേണ്ട കാര്യം, പിതൃസ്വത്ത് എന്ന് പറയുമ്പോൾ പിതാവിൽ നിന്ന് കിട്ടിയ ഭൂമി മാത്രമായിട്ട് ചുരുക്കരുത്. അതിന് ആഴങ്ങളുള്ള അർത്ഥങ്ങളുണ്ട്. പിതൃസ്വത്ത് എന്ന് പറയുമ്പോൾ പിതാക്കന്മാരിൽ നിന്ന്, പൂർവികരിൽ നിന്ന് ദാനമായി കിട്ടിയ മുന്തിരിത്തോട്ടം എന്ന് മാത്രമാക്കണ്ട. നിനക്ക് പൈതൃകമായി കിട്ടിയ പാരമ്പര്യങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ, ധാർമ്മികതയുടെ, മൂല്യങ്ങളുടെ, നല്ല നല്ല ശീലങ്ങളുടെ പൈതൃകമായ പാരമ്പര്യ സ്വത്ത് നിനക്കുണ്ട്. ഈ സ്വത്തിനെ, ഈ പിതൃസ്വത്തിനെ ആർക്കും വിൽക്കാതിരിക്കണം. രാജാവാണ് ചോദിച്ചത്. അധികാരമുള്ളവൻ, പണമുള്ളവൻ, പ്രൗഢിയുള്ളവൻ, സ്ഥാനമാനങ്ങളെല്ലാം ഉള്ള രാജാവ് ചോദിച്ചത് ഒരു ദരിദ്രനായ മനുഷ്യനോട്. ആകെ ഒരു കൊച്ചു മുന്തിരിത്തോട്ടം മാത്രം ഉണ്ടായിരുന്ന ഒരാളോട്. പക്ഷേ അവൻ സധൈര്യം പറഞ്ഞു, എൻ്റെ പിതൃസ്വത്ത് ആരുമായിട്ട് വിൽക്കാൻ കർത്താവ് ഇടവരുത്താതിരിക്കട്ടെ. പണം വേണ്ട എനിക്ക്, സൗന്ദര്യം പ്രശ്നമല്ല. സമ്പത്തോ അധികാരമോ സൗന്ദര്യത്തിനോ മുൻപിൽ, ഇതിനൊന്നിനും മുൻപിൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പൈതൃകമായിട്ട് കിട്ടിയ പിതൃസ്വത്തിനെ മുറുകെ പിടിക്കുന്ന, അക്ഷരാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യൻ, അക്ഷരാഭ്യാസം ഇല്ലാത്ത മനുഷ്യൻ. ഓർക്കേണ്ട കാര്യം ഇതാണ്. കാലഘട്ടം വളരെ മോശമാണ് നമ്മുടെ. പിതൃസ്വത്ത് വേണ്ടല്ലോ, അപ്പനെയും അമ്മയെയും എന്ന് വേണ്ട, കൂടെയുള്ള ആരെ വിൽക്കാനും മടിയില്ലാത്ത കാലത്തിലല്ലേ ജീവിക്കുന്നത്. സൗന്ദര്യത്തിന് മുൻപിൽ, പണക്കൊഴുപ്പിന് മുൻപിൽ, അധികാരത്തിന് മുൻപിൽ വിൽക്കുന്നുണ്ടോ നീ പൈതൃകമായി കിട്ടിയ മൂല്യങ്ങളെ, നല്ല ശീലങ്ങളെ, പാരമ്പര്യങ്ങളെ? ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. തെറ്റിലേക്ക് പോകുന്നുണ്ട്. നാബോത്ത് ഇവിടെ വലിയ മാതൃകയാണ് പ്രിയമുള്ളവരെ. ബോബി ജോസ് അച്ഛൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദാവീദ് രാജാവും ഊറിയയുമായിട്ടുള്ള ചില സംഭാഷണങ്ങൾ. ദാവീദിന് ഊറിയയുടെ ഭാര്യയിൽ തെറ്റായ ഒരാഗ്രഹം. ദാവീദ് സൈന്യത്തിലുണ്ടായിരുന്ന ഊറിയയെ സൈന്യത്തിൻ്റെ മുൻപിൽ നിർത്തി യുദ്ധത്തിന് വിടുന്നു. തലേ ദിവസം തന്നെ മദ്യലഹരിയിൽ ആഴ്ത്തിയിട്ട് ദാവീദിന് ആഗ്രഹമുണ്ടായിരുന്നു ഊറിയയുടെ ഭാര്യയിൽ. അതുകൊണ്ട് ആളുകൾക്കൊന്നും യാതൊരു സംശയവും തോന്നാതിരിക്കാൻ ദാവീദ് തലേന്നാൾ ഊറിയയ്ക്ക് മദ്യം കൊടുത്തിട്ട് ഊറിയയോട് പറയാണ്, നീ ഇന്ന് വീട്ടിൽ പോകണം, ഭാര്യയോടൊത്ത് സുഖമായി ഉറങ്ങണം. പക്ഷേ ഊറിയ പറയുന്ന ഒരു കാര്യമുണ്ട്. അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ, വെറും സൈന്യത്തിൽ അംഗമായ ഒരാള് രാജാവിനോട്, മഹാരാജാവിനോട്, ദാവീദ് രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാവേ, അത് ശരിയാണോ? അത് ശരിയല്ല. എൻ്റെ കൂടെയുള്ള സൈന്യത്തിലുള്ള മറ്റുള്ളവരൊക്കെ യുദ്ധമുഖത്തായിരിക്കുമ്പോൾ ഞാൻ ഭാര്യയോടൊത്ത് സന്തോഷിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഊറിയ എവിടെ നിൽക്കുന്നു? രാജാവ് എവിടെ നിൽക്കുന്നു? പിതൃസ്വത്ത് വിൽക്കില്ലെന്ന് പറയുന്ന, പൈതൃകതയെ ചേർത്ത് പിടിക്കുന്ന, പൈതൃകമായി കിട്ടിയ സ്വത്തിനെ, പാരമ്പര്യങ്ങളെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ വായിക്കാം, ചേർത്ത് പിടിക്കുന്ന നാബോത്ത് എവിടെ നിൽക്കുന്നു? ആഹാബ് എവിടെ നിൽക്കുന്നു? ചിന്തിക്കണം, എവിടെ നിൽക്കുന്നു നമ്മൾ? നല്ലതിനെയൊക്കെ, ശീലങ്ങളെ, മൂല്യങ്ങളെ, നന്മയെ വിറ്റിട്ട് നമ്മളൊക്കെ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ട കാലമല്ലേ ഇത്? അടുത്തത് നമ്മൾ വായിച്ചു. അടുത്ത കാര്യം നമ്മൾ പഴയ കഥയിൽ വായിക്കുകയാണ്. രാജാവ് ഊറിയയോട് ചോദിച്ചപ്പോൾ ഊറിയ തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്തു പറ്റി? രാജാവ്
മുഖം കമിഴ്ത്തി പോയി നിരാശനായിട്ട് കിടന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. വചനം പറയുകയാണ്, അവൻ മുഖം താഴ്ത്തി കട്ടിലിൽ പോയി കിടന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ ഓർക്കണം, ഒരു രാജാവിൻ്റെ അധപ്പതനം. ആഗ്രഹിക്കാൻ പാടില്ലാത്തത് നീ ആഗ്രഹിച്ചാൽ ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരും. ആഗ്രഹിക്കാം, നിന്റെ ആഗ്രഹങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ടാകണം. ആഗ്രഹങ്ങൾക്കും ഒരതിർത്തി വേണം. നിന്റെ ആഗ്രഹങ്ങൾ അതിരുവിടുമ്പോൾ, ആഗ്രഹിക്കാൻ പാടില്ലാത്തത് നീ ആഗ്രഹിക്കുമ്പോൾ, ജീവിതത്തിൽ ആഹാബ് രാജാവ് അനുഭവിച്ചതുപോലെ നിരാശനായി നീയും കിടക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ബൈബിൾ നമ്മളോട് ആഴത്തിൽ ഊന്നി പറയുന്നുണ്ട്. ആഗ്രഹങ്ങളെ അത്യാഗ്രഹങ്ങളാകാതെ സൂക്ഷിക്കാം. നമുക്ക് മനുഷ്യരെന്ന നിലയിൽ ആഗ്രഹിക്കാം. പല ആഗ്രഹങ്ങളും മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ പരിധി വിടുമ്പോൾ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ ജീവിതം നിന്നെ പഠിപ്പിക്കും. ജീവിതത്തിൽ നീ നിരാശനാകും. സ്ഥാനമാനങ്ങളാകാം, സ്വത്താകാം, മറ്റു ബന്ധങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, ആഗ്രഹിക്കാൻ പാടില്ലാത്തതിനോട് ആഗ്രഹമുണ്ടായാൽ ജീവിതം അധപ്പതിക്കുമെന്ന് പരിശുദ്ധ ബൈബിൾ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ആഹാബ് രാജാവ് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നൊരു കാര്യം, നിരാശപ്പെടുമ്പോൾ, നീ സങ്കടപ്പെടുമ്പോൾ, നീ ഒറ്റയ്ക്കാകുമ്പോൾ കൂടെ വരും, കൂടെ ഉണ്ടാകും ചിലരൊക്കെ. പക്ഷെ സൂക്ഷിക്കണം. ഇവിടെ ശ്രദ്ധിച്ചേ, രാജാവിൻ്റെ പത്നി ജെസബൽ വന്ന് ഭർത്താവിനോട് പറയുകയാണ്, അങ്ങ് രാജാവാണോ? അങ്ങൊരു രാജാവാണോ? രാജാവാണെങ്കിൽ ഇതുപോലെ നിരാശപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ കിടക്കുവോ? ഞാൻ ആ മുന്തിരിത്തോട്ടം നിനക്ക് തരും എന്ന് ഭാര്യ ഭർത്താവിനോട് പറയുന്നു. ആശ്വാസവചനങ്ങൾ നല്ലതാണ്. ജീവിത പങ്കാളിക്ക് കരുത്താകേണ്ടയാളാണ് ഭർത്താവ്. പക്ഷേ പലപ്പോഴും കുടുംബങ്ങളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. വിവാഹം കഴിഞ്ഞ് മകൻ്റെ കല്യാണം കഴിഞ്ഞ് മകള് വീട്ടിൽ വന്ന്, മരുമകൾ വീട്ടിൽ വന്ന് അന്നു മുതൽ തുടങ്ങുകയാണ് വീട്ടിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളുമെങ്കിൽ ചിന്തിക്കണം, ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ചെവിയിൽ മന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ ഏത് വിധത്തിലുള്ളതാണെന്ന്. പലപ്പോഴും താങ്ങായിട്ട് കൂടെ നിൽക്കേണ്ട ജീവിത പങ്കാളി പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം, നമുക്ക് കുറച്ചുകൂടെ പണം വേണം, നമുക്ക് കുറച്ചുകൂടെ വലിയ വീട് വേണം, നമുക്ക് കുറച്ചുകൂടെ സ്വത്ത് വേണം, പറമ്പ് വേണം, കാറ് വേണം തുടങ്ങി ജീവിതത്തിൽ എങ്ങും അവസാനിക്കാത്തിടത്തേക്ക് എപ്പോഴും ഭർത്താവിനെ ശല്യപ്പെടുത്തുന്ന ഒരു ഭാര്യയാണോ പ്രിയമുള്ളവരെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നത്? ജെസബലായി പോവും അങ്ങനെയുള്ള ഭാര്യമാരൊക്കെ. ഭർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവത്തിന് ചേർന്ന വിധത്തിൽ ദൈവത്തിന് നിരക്കുന്നത് മാത്രമേ ഭാര്യ ഭർത്താവിന് ഉപദേശിച്ചു കൊടുക്കാവൂ. ഇവിടെ എന്താ പറ്റുന്നത്? ജെസബലിൻ്റെ തെറ്റായ ബുദ്ധി, കുശാഗ്രബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. ജെസബൽ ദാസന്മാരെയെല്ലാം വിളിച്ച്, സൈനികരെയെല്ലാം വിളിച്ച് വളരെ വ്യക്തമായി തെറ്റായ രീതിയിൽ ചതിയിൽ നാബോത്തിനെ കൊല്ലുകയാണ്. ചതിയിൽ നാബോത്ത് എന്ന മനുഷ്യനെ കൊന്ന് അവൻ്റെ മുന്തിരിത്തോട്ടം തൻ്റെ ഭർത്താവിന് സമ്മാനിക്കുന്ന ഒരു ഭാര്യ. പ്രിയമുള്ളവരെ, കുടുംബ ബന്ധങ്ങളൊക്കെ, അനുദിന ജീവിത ബന്ധങ്ങളെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ? നന്മ പറഞ്ഞു കൊടുക്കാൻ, നല്ലത് മാത്രം സ്വീകരിക്കാൻ, നന്മയെ മാത്രം സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ട ജീവിത പങ്കാളികൾ പരസ്പരം എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ആഴത്തിൽ പരിശോധിക്കണം എന്ന് ഇന്നത്തെ ഈ വചനങ്ങൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ, വാരിക്കൂട്ടുന്നതൊക്കെ എവിടെ കൊണ്ടുപോകുന്നു, അതല്ലെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന്
നമ്മളോട് സഭാപ്രസംഗകൻ പറയും. സഭാപ്രസംഗകന്റെ പുസ്തകം 6-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? വായിക്കണം. സഭാപ്രസംഗകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: സൂര്യനു കീഴെ മനുഷ്യർക്ക് ദുർവഹമായ ഒരു തിന്മയുണ്ട്. സൂര്യന് കീഴെ മനുഷ്യർക്ക് ദുർവഹമായ ഒരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇത് മിഥ്യയും തീവ്രവേദനയുമാണ്. ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? പ്രിയമുള്ളവരെ, ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. എല്ലാ സുഖ സൗകര്യങ്ങളും സമ്പത്തും എല്ലാം ഉണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള കഴിവും ശേഷിയും അതിനുള്ള അവസരവും ഒരുവന് കിട്ടുന്നില്ലെങ്കിൽ അവൻ്റെ ഈ സമ്പാദ്യം കൊണ്ടൊക്കെ എന്ത് പ്രയോജനം? ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? മറ്റുള്ളവരെ ചതിച്ച്, മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് സ്വന്തമാക്കുന്നതൊക്കെ ചിലപ്പോൾ അത് അനുഭവിക്കാനുള്ള അവസരം ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമ്പാദ്യങ്ങളൊക്കെ എന്ന് ജീവിതം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതല്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് അന്യരെ വഞ്ചിച്ച് ചതിയിൽ സമ്പാദിക്കുന്നതൊന്നും സ്വസ്ഥത നൽകില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നുണ്ടല്ലോ, ബൈബിൾ പറയുകയാണ്, ദാവീദ് ആഹാബ് രാജാവിൻ്റെ രക്തം തെരുവിൽ നായ്ക്കൾ നക്കിക്കുടിക്കും എന്നാണ് പ്രവാചകൻ വന്ന് പറയുന്നത്. തെരുവിൽ നായ്ക്കൾ നക്കിക്കുടിക്കും രക്തം. ചതിച്ചിട്ടുണ്ടെങ്കിൽ, വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ മരണം മോശമായി പോകുമെന്ന് ബൈബിൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നല്ല മരണം കിട്ടാൻ, സന്തോഷത്തോടെ മരിക്കാൻ, സമാധാനത്തോടെ ഈ ലോകത്ത് നിന്ന് പോകണമെങ്കിൽ ഒരു കാന്താരി മുളക് പോലും മറ്റുള്ളവൻ്റെ അനുവാദം കൂടാതെ നിനക്ക് വേണ്ട. വഞ്ചിച്ചും അർഹതയില്ലാതെയും വാരിക്കൂട്ടുന്നതൊന്നും സ്വസ്ഥത നൽകില്ല. തെരുവിൽ നായ്ക്കൾ രക്തം നക്കി കുടിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ വചനങ്ങൾ. അതുകൊണ്ട് ആഹാബ് രാജാവിൻ്റെ പിന്നീട് ആഹാബ് രാജാവ് ചാക്കൊടുത്ത് മനസ്തപിക്കുന്നുണ്ട്, മാനസാന്തരപ്പെടുന്നുണ്ടെങ്കിലും ജീവിതങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ആരുടെയും വഞ്ചിക്കാതിരിക്കാം, ആരുടെയും അമിതമായിട്ട് ആഗ്രഹിക്കാതിരിക്കാം. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിലല്ലേ ദൈവാനുഗ്രഹം കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ജസബലാകരുത്. കുടുംബത്തിൽ ജീവിത പങ്കാളി സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഭർത്താവിന് നന്മ പറഞ്ഞു കൊടുക്കാൻ ഭാര്യയ്ക്ക് കഴിയണം. പക്ഷേ കാറും വീടും സ്വത്തും കൂടുതൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ഭർത്താവിന് സ്വൈര്യം കൊടുക്കാത്ത ഒരു പങ്കാളിയെ ഇന്ന് കുടുംബത്തിന് വേണ്ട പ്രിയമുള്ളവരെ. അതല്ല വേണ്ടത്. സമ്പത്തില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഉണ്ണാനും ഉടുക്കാനില്ലെങ്കിലും ചേർന്നിരിക്കാൻ, ഉള്ളത് മതിയെന്ന് പറയാൻ ശക്തിപ്പെടുത്താൻ കഴിയുന്നതല്ലേ യഥാർത്ഥ കുടുംബ ബന്ധം, ജീവിത പങ്കാളികളുടെ ഐക്യം. അതല്ലാതെ ജസബലാകാതിരിക്കാം, വഞ്ചിച്ച് ചതിയിൽ കൊലപ്പെടുത്തി സ്വത്ത് സമ്പാദിക്കുന്നവരാകാതിരിക്കാം. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് ബേസിൽ പറയും, നിന്റെ പത്തായപ്പുരയിൽ ധാന്യം കിടക്കെ നിന്റെ അയൽപ്പക്കത്തൊരുവൻ വിശന്ന് മരിക്കാൻ ഇടവന്നാൽ നീ കൊലപാതകയാണ്. ഇന്നാരും വിശന്ന് മരിക്കില്ലായിരിക്കാം, പക്ഷേ നിന്റെ അയൽപ്പക്കത്തൊരുത്തൻ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വിശപ്പ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ കുറ്റക്കാരനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് സുഭാഷിതങ്ങൾ പറയും 21:13, ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുത്തില്ലെങ്കിൽ നിന്റെ നിലവിളിക്ക് ദൈവം ചെവി തരില്ല. ദരിദ്രന്റെ നിലവിളിക്ക് നീ ചെവി കൊടുത്തില്ലെങ്കിൽ നിന്റെ നിലവിളി ദൈവം കേൾക്കില്ല. അതുകൊണ്ട് ജീവിതങ്ങൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാകട്ടെ.
സമ്പത്തും സൗന്ദര്യവും അതുപോലുള്ള ബാഹ്യമായതൊന്നും നിനക്ക് അത്യാഗ്രഹത്തിന് ഇടവരുത്താതിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കാം സമ്പത്തിനേക്കാൾ. ദൈവത്തെക്കാൾ അധികമായി സമ്പത്തിനെ സ്നേഹിക്കല്ലേ. സമ്പാദ്യം നിന്റെ ഹൃത്തിൽ വിഗ്രഹമായി മാറിയിടല്ലേ. നീ നേടും സമ്പാദ്യമെല്ലാം നിന്നിൽ നിന്നകന്നു പോകും. ദൈവത്തിൻ്റെ സ്നേഹം മാത്രം എന്നും നിന്റെ കൂടെയുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുതുവർഷത്തിൽ പുത്തൻ അഭിഷേകം പ്രാപിക്കാൻ, ദൈവകൃപയുടെ സമൃദ്ധിയിൽ ജീവിതം നവീകരിക്കപ്പെടുവാൻ ഷാലോം ഫെസ്റ്റിവൽ 2014. ആത്മാവിൽ നവചൈതന്യം പകരുന്ന വചന ശുശ്രൂഷകൾ, ഹൃദയാനന്ദവും ആശ്വാസവും സൗഖ്യവും പകർന്നു നൽകുന്ന സ്തുതി ആരാധനകൾ, ആത്മീയ സ്വാതന്ത്ര്യവും സന്തോഷവുമേകുന്ന ഗാന ശുശ്രൂഷകൾ. ഷാലോം ഫെസ്റ്റിവൽ 2014 ജനുവരി 14 ചൊവ്വ, ലൂർദ് ഫൊറോന പാരിഷ് ഹാൾ നിയർ PMG, തിരുവനന്തപുരം. ജനുവരി 16 വ്യാഴം, ലൂർദ് കത്തീഡ്രൽ, തൃശൂർ. ജനുവരി 17 വെള്ളി, പാലാ സെയിന്റ് മേരീസ് ചർച്ച് ഹാൾ, ലാലം. സമയം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ. ദൈവരാജ്യ വളർച്ചയ്ക്കായി പ്രാർത്ഥനയോടെ ഒരുമിച്ച് മുന്നേറാം. സ്വർലോകനാഥയാമമ്മേ, സർവേശസൂനുവിൻ മാതാവേ, സ്വർലോകനാഥയാമമ്മേ, സർവേശസൂനുവിൻ മാതാവേ, അമ്മ തൻ വിമല ഹൃദയത്തിലെന്നും പൂർണ്ണമായി ഞങ്ങളെ അർപ്പിക്കുന്നു. അമ്മ തൻ വിമല ഹൃദയത്തിലെന്നും പൂർണ്ണമായി ഞങ്ങളെ അർപ്പിക്കുന്നു. മാലാഖമാരുടെ റാണി, എന്നും ശാലോം കുടുംബത്തിൻ രാജ്ഞി, ഇപ്പോഴും എപ്പോഴും ശാലോം കുടുംബത്തിൽ തൃക്കൈകളിൽ നമ്മെ കാക്കണമേ. മാലാഖമാരുടെ റാണി, എന്നും ശാലോം കുടുംബത്തിൻ രാജ്ഞി, ഇപ്പോഴും എപ്പോഴും ശാലോം കുടുംബത്തിൽ തൃക്കൈകളിൽ നമ്മെ കാക്കണമേ. ആദ്യം ദൈവത്തിൻ രാജ്യവും നീതിയും തേടുവാൻ അമ്മേ പഠിപ്പിക്കണേ. ആദ്യം ദൈവത്തിൻ രാജ്യവും നീതിയും തേടുവാൻ അമ്മേ പഠിപ്പിക്കണേ. ആത്മശരീര വിശുദ്ധിയാൽ ഞങ്ങളെ അമ്മേ നിത്യം വളർത്തേണമേ. ആത്മശരീരവിശുദ്ധിയാൽ ഞങ്ങളെ അമ്മേ നിത്യം വളർത്തേണമേ.
കുടുംബത്തെ തൃക്കൈകളിൽ നമ്മെ കാക്കേണമേ. ലോകത്തിനതിർത്തിയിൽ പോയിടുവാൻ വേദസാക്ഷ്യം നിത്യം നൽകിടുവാൻ. ലോകത്തിനതിർത്തിയിൽ പോയിടുവാൻ വേദസാക്ഷ്യം നിത്യം നൽകിടുവാൻ. മാധ്യമവേദിയിൽ മാധ്യസ്ഥമേകണേ മാതാവേ ഞങ്ങളെ നയിക്കണമേ. മാധ്യമവേദിയിൽ മാധ്യസ്ഥമേകണേ മാതാവേ ഞങ്ങളെ നയിക്കണമേ. മാലാഖമാരുടെ റാണി എന്നും ശാലോം കുടുംബത്തിൻ രാജ്ഞി, ഇപ്പോഴും ഇപ്പോഴും ശാലോം കുടുംബത്തെ തൃക്കൈകളിൽ നമ്മെ കാക്കേണമേ. ദൈവകൃപയുടെ സമൃദ്ധി നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരുന്ന പുതുവർഷ പ്രോഗ്രാമുകൾ. മരിയൻ അപ്പരീഷൻസ്, കിഡ്സ് കോർണർ, രാജ്യവും ദൈവത്തിൻ നീതിയും ആദ്യം തേടിടുവിൻ. ഫാമിലി കൗൺസിലിംഗ്. നമുക്കെല്ലാം അറിയാം, രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന്, സ്വയം അറിയണം. മിഷൻ ഹിംസ്, കാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എന്നീശോ, ദാഹമോടെ ഞാനും. ലൈഫ് സ്റ്റൈൽ, അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കുന്ന ഈ പ്രോഗ്രാമുകളെ നമുക്കും ഹൃദയത്തിലേറ്റുവാങ്ങാം പ്രാർത്ഥനയോടെ. വാഗീശസ്പന്ദന ശ്രുതിതാളം ആനന്ദദായക ദൃശ്യമേളം ഭാവരാഗതാളമയം ജീവിതം സർവേശ സമന്വിതമാകണം. മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. ഹരിത കേരളം മഹിത ഭാരതം ആദിയുഗത്തിൽ ഏറ്റുവാങ്ങിയ വചന പൈതൃകം വിതച്ചിറക്കണം, നനച്ചെടുക്കണം, കതിരണിഞ്ഞു പാകമാകണം, കൊയ്തു 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 വിളവെടുക്കണം. മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. പുറങ്ങളിൽ പ്രഘോഷിക്കുവിൻ നിങ്ങൾ ചെവിയിലേറ്റുവാങ്ങിയ രഹസ്യദൂതുകൾ. ഇരുളകറ്റണം, കിഴിതുടയ്ക്കണം, ദൈവനീതി നടനമാടണം. പെയ്തു 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 കൃപയിറങ്ങണം.